ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴേ നമുക്കിന്ന് മുന്തിരിക്കൊത്ത് ഉണ്ടാക്കാം. നമ്മൾ പാക്കറ്റിലൊക്കെ മേടിക്കത്തില്ലേ മുന്തിരിക്കൊത്ത്, അപ്പോൾ അത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോവാം. ചെറുപയറൊക്കെ കഴുകി എടുത്തുകൊണ്ട് വന്നതാണ്. കഴുകി എടുത്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോഴേ കണ്ടില്ലേ, നമ്മുടെ ചെറുപയറൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറുപയറൊക്കെ തണുത്ത് വരാനായിട്ട് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതവിടെ നിന്ന് തണുക്കട്ടെ. പയർ വറുത്ത അതേ പാനിലേക്ക് തന്നെ നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 150 മില്ലിയുടെ ഒരു കപ്പിന് 1.5 കപ്പ് തേങ്ങയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് നല്ലപോലെ ഒരു ബ്രൗൺ കളറാവുന്നിടം വരെ നമുക്ക് വറുത്തെടുക്കാം. തേങ്ങയൊക്കെ ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പയറൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ ചെറുപയറൊക്കെ പൊടിച്ചെടുക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. പയറൊക്കെ ഞാൻ പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ടേ. ദണ്ട് ഇതേ ഒരു പരുവത്തിന് വേണം. ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം, അതേപോലെ വേണം. അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പൗഡർ പോലെ അങ്ങ് പൊടിഞ്ഞു പോകരുത്. തേങ്ങ വറുത്തെടുത്ത പാനിനകത്തേക്ക് തന്നെ 1 കപ്പ് ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് ഉരുവി വരാനായിട്ട് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ശർക്കരയൊക്കെ ഇങ്ങനെ ഉരുവി വരുന്നുണ്ട്. നമുക്കിത് 1 നൂൽ പരുവ് ആവണ്ട, അതിന് മുമ്പ് തന്നെ ഇത് ഓഫ് ചെയ്യണം. 1 നൂൽ പരുവ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് 2 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിപ്പോവും, ചവയ്ക്കാൻ പാടാം. എല്ലാം ഒന്ന് ഉരുവി കഴിഞ്ഞ് ഒരു ചെറിയൊരു കട്ടിയായി വരുന്നൊരു സമയത്ത് നമുക്കിത് ഇറക്കാം. നമ്മുടെ ശർക്കര എല്ലാം നല്ലപോലെ ഉരുവി വന്നിട്ടുണ്ട്, ഇത് കട്ടിയായി വരുന്നുണ്ട്. ആ ഒരു സമയമാകുമ്പോഴേ ഇത് ഫ്ലെയിം ഓഫ് ചെയ്യണം. വറുത്തെടുത്ത് തേങ്ങയൊക്കെ ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉരുക്കി വെച്ച് ശർക്കര ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കരയൊക്കെ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചേക്കുന്ന ചെറുപയറും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങയും ചെറുപയർ പൊടി ഒരേ അളവിന് ചേർക്കണം, അപ്പോഴാണ് അതിന് ടേസ്റ്റ് കൂടുതലുണ്ടാവുന്നത്. അപ്പോൾ 1.5 കപ്പ് തേങ്ങയ്ക്ക് 1.5 കപ്പ് ചെറുപയർ പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ തേങ്ങയും ചെറുപയർ പൊടിയെല്ലാം കൂടെ ശർക്കര വെള്ളത്തിലേക്ക് ഇട്ടപ്പോഴേ ആ ശർക്കരയുടെ വെള്ളം ഒത്തിരി കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പാനിലത്തേക്ക് വീണ്ടും അതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വെള്ളം ഒന്ന് വറ്റിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ശർക്കരയും ചെറുപയറും ഒക്കെ കൂടെ ഞാൻ കുഴച്ച് ഇതുപോലെ ഉരുട്ടാൻ പരുവാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഈ ഒരു പരുവത്തിൽ ഉരുട്ടി കഴിഞ്ഞാൽ കൈ പൊള്ളത്തില്ലേ. നമ്മൾ കൈയിട്ട് ഇളക്കാൻ പരുവാകുന്നൊരു തണുപ്പാകുമ്പോഴത്തേന് നമുക്കിത് ഉരുട്ടിയെടുക്കാം. അതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഞാൻ ഇതേപോലെ കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഒരുപാടങ്ങ് വലുപ്പമായി പോകരുത്. ഒരു നെല്ലിക്കയുടെ പരുവത്തിനുള്ള ഉരുളകളാക്കി എടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഒരു ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് വെച്ചേക്കുവാണ്. നമുക്കൊരു 20 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. കാരണം ഇതൊന്ന് സെറ്റായി വരണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം തന്നെ എടുത്ത് മാവിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അത് പിളർന്നു പോകും. ഉരുളയൊക്കെ ഉരുട്ടി വെച്ചിട്ട് ഏകദേശം ഒരു 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി വേഗം ഉണ്ടാക്കിയാലോ. മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കാം. കളറിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മാവിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം ഒഴിച്ച് മാവ് കലക്കിയെടുക്കാം. മുന്തിരിക്കൊത്ത് ഉണ്ടാക്കാനുള്ള മാവൊക്കെ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് വേണം, ഇത്രയും ഒരു കട്ടിയൊക്കെ വേണം. മുന്തിരിക്കൊത്തൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഉരുട്ടി വെച്ചേക്കുന്ന ഉരുളകൾ മാവിൽ മുക്കിയിട്ട് കൊടുക്കാം. നമ്മുടെ മുന്തിരിക്കൊത്തൊക്കെ ഒരു സൈഡ് ഇങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. കൊത്തൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതെല്ലാം കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ മുന്തിരിക്കൊത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.